അയാൻ സർ. അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു. താൻ ഫോൺ അറ്റൻഡ് ചെയ്യാത്തതുകൊണ്ടായിരിക്കും അയാൾ തന്നെ തിരക്കി വന്നതെന്ന് അവൾക്ക് തോന്നി. എങ്കിലും അവൾ അവനെ മൈൻഡ് ചെയ്യാതെ പോകാമെന്ന് തീരുമാനിച്ച് മുൻപോട്ട് നടന്നു. അവനെ മറികടന്ന് പോകാൻ ശ്രമിച്ചതും അവൾക്ക് മുൻപിൽ അവളെ തടഞ്ഞുകൊണ്ട് അവൻ കൈവച്ചു. നീ എന്നെ കണ്ടിട്ടും മനഃപൂർവ്വം കാണാത്തതുപോലെ പോകുവാണോ? അവൻ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. സർ പ്ലീസ്, എനിക്ക് സാറിനോട് ഒരു പ്രശ്നവും ഇല്ല. ഞാൻ സാറിനെ മനഃപൂർവ്വം ദ്രോഹിച്ചിട്ടുമില്ല. പിന്നെ എന്തിനാ എന്ത് പുറകെ നടന്ന് നിങ്ങളെല്ലാവരും കൂടി എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്? അവൾ ദേഷ്യത്തോടെ അവനോട് ചോദിച്ചു. നീ ഒരുത്തി കാരണമാ എനിക്കിപ്പോൾ അച്ഛൻ്റെ മുൻപിൽ ഓരോ സമയവും നാണം കെടേണ്ടി വരുന്നത്. അവൻ ദേഷ്യത്തോടെ തിരികെ അവളോട് പറഞ്ഞു. ഞാനായിട്ട് ഒരിക്കലും മനഃപൂർവ്വം സാർ നാണം കെടാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഇന്ന് നടന്ന കാര്യങ്ങൾ പോലും ഞാൻ വിനയൻ സാറിനോട് പറഞ്ഞിട്ടില്ല. സാർ അറിഞ്ഞ് ഇങ്ങോട്ട് ചോദിച്ചപ്പോഴാണ് ഞാൻ ആ കാര്യങ്ങൾ പറഞ്ഞതുപോലും. ഞാൻ കാരണം മറ്റൊരാൾക്കൊരു വിഷമം ഉണ്ടാകരുതെന്ന ഓരോ നിമിഷവും ഞാൻ ആഗ്രഹിക്കുന്നത്. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അതിന് മറുപടി ഒന്നും പറയാതെ അവൻ തിരികെ അവളുടെ മുഖത്തേക്കും ഒന്ന് നോക്കി. അവിടേക്ക് ജോലിക്ക് വരുന്നില്ല എന്ന് കരുതിയിരുന്ന എന്നെ മനഃപൂർവ്വം സാർ അവിടെ ജോലിക്ക് വരണമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയത്. ഇപ്പം പോലും നിങ്ങളുടെ ജോലി വേണ്ടെന്ന് വെച്ച് പോകാൻ ഞാൻ തയ്യാറാണ്. എനിക്ക് എങ്ങനെ വിഷമിക്കാൻ വയ്യ, ടോർച്ചറും സഹിക്കാൻ വയ്യ. മനസ്സ് മാറ്റി കുറച്ച് സമാധാനത്തിന് വേണ്ടിയാണ് നാട്ടിൽ നിന്ന് ഞാൻ ഇവിടേക്ക് വന്നത്. അവിടെ ഞാൻ പോലും കരുതാത്ത ആളുകളൊക്കെ എനിക്ക് ശത്രുക്കളായി മാറിക്കൊണ്ടിരിക്കുക. ഇനിയെങ്കിലും എന്നെ വെറുതെ വിട് സർ. നിങ്ങൾക്കൊന്നും ഒരു ദ്രോഹവും വരുത്താതെ ഞാൻ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. അവൾ അവൻ്റെ മുൻപിൽ കൈകൂപ്പി. കണ്ണുകൾ എന്തിനോ നിറഞ്ഞിരുന്നു. പ്ലീസ് സർ, എന്നെ വെറുതെ വിട്. സമാധാനത്തോടെ ഞാൻ എവിടെയെങ്കിലും ഒന്ന് ഇരുന്നോട്ടെ. അതും പറഞ്ഞ് അവനെ ഒന്ന് നോക്കിയതിനു ശേഷം അവൾ അവിടെ നിന്നും പോകാൻ തുടങ്ങി. അത് കണ്ടതും അവൻ ദേഷ്യത്തോടെ അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചു നിർത്തി. അവൾ അറിയാതെ വിളിച്ചുപോയി. നിനക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞ് ഷോ കാണിച്ച് പോകാമെന്ന് കരുതിയോ? അവൻ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അവൻ പിടിച്ചിരിക്കുന്ന കൈ അവൾക്ക് നല്ലതുപോലെ വേദനിക്കുന്നുണ്ടായിരുന്നു. സർ പ്ലീസ്, എനിക്ക് കൈ വേദനിക്കുന്നു. അവൾ കണ്ണുകൾ നിറച്ച് അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും പെട്ടെന്ന് അവൻ തൻ്റെ കൈകൾ എടുത്തു. അവൾ കൈ മടക്കി അവിടേക്ക് നോക്കിയതും കൈമുട്ട് മുറിഞ്ഞ് ചോര പൊടിയുന്നുണ്ടായിരുന്നു. വേദന കാരണം അവൾ സ്വയം തൻ്റെ കയ്യിലൊന്ന് ഊതി. ഇന്നലെ സാർ ഓഫീസിൽ എന്നെ പിടിച്ചു നിർത്തിയെന്നും പറഞ്ഞ് സാറിനെ കാണാൻ വന്ന പെൺകുട്ടി തള്ളിയിട്ടതാ. എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ട് ചോദിക്കുക, നിങ്ങൾക്കൊക്കെ വല്ല മാനസിക രോഗമുണ്ടോ? വെറുതെ ഇരിക്കുന്ന മനുഷ്യനെയൊക്കെ എന്തിനാ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്? ആർക്ക് ശല്യം ഉണ്ടാക്കരുതെന്ന് കരുതിയാണ് ഞാൻ ഓരോ നിമിഷവും ജീവിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്ന കുറച്ചു പേർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നും ജീവനോടെ ഇരിക്കുന്നത് പോലും. നിങ്ങൾക്കാർക്കും ഒരു ശല്യത്തിനും ഞാൻ വരില്ല. ദയവ് ചെയ്ത് എന്നെ ഒന്ന് വെറുതെ വിട്. അവൻ പറഞ്ഞവസാനിപ്പിക്കുമ്പോൾ അവൻ്റെ മുൻപിൽ കൈ കൂപ്പിയിരുന്നു. നിന്നെ പ്രിയ എവിടെ വെച്ച് കണ്ടു? അവൻ പെട്ടെന്ന് ദേഷ്യം മാറ്റി സംശയത്തോടെ അവളോട് ചോദിച്ചു. എന്തിനാ അറിഞ്ഞിട്ട്? അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കാനാണോ? പ്ലീസ് സർ, ഇനി അതിൻ്റെ പേരിൽ കൂടി ഒരു പ്രശ്നത്തിന് എനിക്ക് വയ്യ. എനിക്ക് ആരോടും ഒരു പരാതിയില്ല. എന്നെ ഒന്ന് വെറുതെ വിട്ടാൽ മതി. അവൾ നിറകണ്ണുകളോടെ അവനോട് പറഞ്ഞു. നിന്നോട് ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം മാത്രം എനിക്ക് തന്നാൽ മതി. അതിന് മറുപടി പറയാതെ അവൻ പറഞ്ഞു. ഇല്ല സർ, ഞാൻ പറയില്ല. അതും പറഞ്ഞ് അവൾ അവൻ്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവിടെ നിന്നും ഹോസ്റ്റലിലേക്ക് കയറിപ്പോയി. അവൾ പോകുന്നതെന്ന് നോക്കി കുറച്ചു നേരം അവൻ അവിടെ നിന്നു. ശേഷം ദേഷ്യത്തോടെ തൻ്റെ കാറിൽ കയറി. വീട്ടിലേക്ക് വന്ന പ്രിയ ദേഷ്യത്തോടെ ഹാളിലേക്ക് ചെന്നിരുന്നു. എന്താ മോളെ, എന്താ പറ്റിയത്? അത് കണ്ടതും അവളുടെ അമ്മ അവളുടെ അടുത്തേക്ക് വന്നിരുന്നു കൊണ്ട് ചോദിച്ചു. അവരുടെ സംസാരം കേട്ട് അവളുടെ അച്ഛനും ഹാളിലേക്ക് വന്നിരുന്നു. എന്താ? അവർ സംസാരിക്കുന്നത് കണ്ട് അയാളും സംശയത്തോട് ചോദിച്ചു. അറിയില്ല, മോളുടെ മുഖമൊക്കെ വല്ലാതിരിക്കുന്നു. അവളുടെ അമ്മ അച്ഛനെ നോക്കി മറുപടി പറഞ്ഞു. എന്താ മോളെ കാര്യം? ഞങ്ങളോട് പറ. അയാൾ അവളുടെ അടുത്തേക്ക് വന്നിരുന്നു കൊണ്ട് ചോദിച്ചു. അത് കേട്ടതും അവൾ കണ്ണുകളൊക്കെ നിറച്ചുകൊണ്ട് അയാളുടെ മുഖത്തേക്ക് നോക്കി. മോളെ, ഇതെന്താ? ആരാ മോളെ തല്ലിയത്? അവളുടെ കവളിൽ ആരുടെയോ വിരലുകൾ പതിഞ്ഞിരിക്കുന്നത് കണ്ട് അയാൾ സംശയത്തോടെ ചോദിച്ചു. ഞാൻ ഇന്നലെ അച്ഛനോട് പറഞ്ഞില്ലേ, ഞാൻ ആദ്യേട്ടനെ കാണാൻ ചെന്നപ്പോൾ ആ പെണ്ണിനെ ആദ്യേട്ടൻ അവിടെ തന്നെ പിടിച്ചു നിർത്തിയെന്നൊക്കെ. അവൾ അയാളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ഊവ്, പറഞ്ഞിരുന്നു. അവൻ്റേത് സെക്രട്ടറി അല്ലേ ആ പെണ്ണ്? അയാൾ സംശയത്തോടെ അവളോട് തിരികെ ചോദിച്ചതും അവൾ തലയാട്ടി. ഇന്ന് ഞാൻ അവളെ ബസ് സ്റ്റോപ്പിൽ വെച്ച് കണ്ടിരുന്നു. ഞാൻ അവളും ആദ്യേട്ടനും തമ്മിൽ എന്താ ബന്ധമെന്ന് ചോദിച്ചതിന് അവളെന്നെ തല്ലിയച്ചാ. അവൾ അയാളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. എന്താ? ആ പീറ പെണ്ണിൻ്റെ മോളെ തല്ലിയെന്നോ? അയാൾ ദേഷ്യം കൊണ്ട് തൻ്റെ മുഷ്ടി ചുരുട്ടി. അവൾ ആമയെ കണ്ടതായിട്ടുള്ള കാര്യങ്ങളും മറ്റും അയാളോട് പറഞ്ഞു. അവൾ ആരാ നമ്മുടെ മകളെ തല്ലാൻ? അവളുടെ അമ്മയും ദേഷ്യം കൊണ്ട് വിറച്ചു. ഇന്ന് വരെ നമ്മൾ പോലും നമ്മുടെ മകളെ തല്ലിയിട്ടില്ല. അപ്പോഴാ പുറത്തുനിന്നും വന്ന ഏതോ ഒരുത്തി. അവൻ്റെ ധൈര്യത്തിലാണോ അവൾ നമ്മുടെ മകളെ കൈവച്ചത്? അയാൾ ദേഷ്യത്തോടെ സ്വയം പറഞ്ഞു.
അവൾ എവിടെയാ താമസിക്കുന്നതെന്ന് മോക്കറിയോ? അയാൾ സംശയത്തോടെ അവളോട് ചോദിച്ചു. അറിയില്ല, ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും ഹോസ്റ്റലിലായിരിക്കും. അവൾ അയാളെ നോക്കി മറുപടി പറഞ്ഞു. ഞാനൊന്ന് അന്വേഷിച്ചു നോക്കട്ടെ. അതും പറഞ്ഞ് അയാൾ ഫോണും എടുത്ത് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും മുൻപിൽ നിൽക്കുന്ന ആളിനെ കണ്ട് അയാളൊന്ന് നിന്നു. പ്രിയ എവിടെ? അവൻ അയാളോട് ചോദിച്ചു. ആദിമോനോ? വാ, അകത്തേക്ക് കയറി വാ. അവനെ കണ്ടതും അയാൾ സ്നേഹത്തോട് അകത്തേക്ക് വിളിച്ചു. അവൻ അയാളോടൊപ്പം അകത്തേക്ക് കയറി. ആദിയേട്ടാ. അവനെ കണ്ട അവൾ കരഞ്ഞുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ചെന്നു. ഞാൻ മോനെ ഒന്ന് വിളിക്കണമെന്ന് കരുതിയിരുന്നതാ. അയാൾ പെട്ടെന്ന് അവനെ നോക്കി പറഞ്ഞു. എന്തിന്? അത് കേട്ടവൾ സംശയത്തോടെ അയാളോട് ചോദിച്ചു. മോൻ്റെ സെക്രട്ടറിയായിട്ട് വന്ന പെണ്ണ് നമ്മുടെ പ്രിയമോളെ തല്ലി. അയാൾ പറഞ്ഞതും അവൻ ഞെട്ടി അയാളുടെ മുഖത്തേക്ക് നോക്കി. അവളെ വീഴ്ത്തിയെന്ന് മാത്രമേ ആമി പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ആമി തിരികെ അവളെ തല്ലിയ കാര്യം അവനോട് പറഞ്ഞിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞതും അവൻ ഞെട്ടിപ്പോയി. എന്താ? സംശയം മാറാതെ തന്നെ അവൻ ചോദിച്ചു. ദേ, ഇത് കണ്ടോ ആദിയേട്ടാ? അവളെന്നെ തല്ലിയതാ. ഇന്നലെ ആദിയേട്ടൻ്റെ ഓഫീസിൽ വെച്ച് ഞാൻ അവളെ കണ്ടതുകൊണ്ട് ഇന്ന് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നത് കണ്ട് സംസാരിക്കാൻ ചെന്നതാ. ഞാൻ ആദിയേട്ടൻ്റെ സെക്രട്ടറി അല്ലേ എന്ന് ചോദിച്ചത് മാത്രമേ ഉള്ളൂ. അതിനാ അവളെന്നെ തല്ലിയത്. പ്രിയ അവൻ്റെ മുഖത്തേക്ക് നോക്കി സങ്കടം നടിച്ചുകൊണ്ട് പറഞ്ഞു. ആദിക്ക് ആകെ ഒരു കൺഫ്യൂഷൻ പോലെ തോന്നി. ആമി പറഞ്ഞത് മറ്റൊന്നായിരുന്നു, പ്രിയ പറയുന്നത് വേറെയൊന്നും. നീ അവളെ തള്ളിയിട്ടത് എന്തിനാ? ആമി പറഞ്ഞ കാര്യം ആലോചനയിൽ വന്നതും അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു. അത് കേട്ടതും അവളൊന്ന് ഞെട്ടി. എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടാണ് അവൻ അവിടേക്ക് വന്നതെന്ന് അവൾക്ക് മനസ്സിലായി. അത് എന്നെ തല്ലിയപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട് അവളെന്നെ തല്ലിയത്? ആദ്യേട്ടൻ്റെ സെക്രട്ടറി അല്ലേ എന്ന് ചോദിച്ചതിനാണോ ഞാൻ ചെയ്ത തെറ്റ്? എന്നെ തല്ലിയിട്ട് അവൾ വെറുതെ പോകണ്ടെന്ന് ഞാനും കരുതി. അവളുടെ മുൻപിൽ ജയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാലും കൊണ്ട് അവളെ തട്ടിയത്. അത് ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്കങ്ങനെ ചെയ്യണമെന്ന് തോന്നിയപ്പോൾ. അവൾ സങ്കടം നടിച്ചുകൊണ്ട് അവനെ നോക്കി പറഞ്ഞു. അവൾ ശരിയല്ല ആദ്യേട്ടാ, ഭയങ്കര അഹങ്കാരം അവൾക്ക്. പ്രിയ പറയുന്നതിനോടൊപ്പം കൂട്ടിച്ചേർത്തു. അവളെ തള്ളിയിട്ടതും അവരുടെ ബന്ധത്തെ ചോദ്യം ചെയ്തതും ഒക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആദ്യം അങ്ങോട്ട് വന്നത്. എന്നാൽ പ്രിയ അവനെ പറഞ്ഞു മനസ്സിലാക്കിയത് മറ്റൊന്നും. ഇങ്ങനെ അഹങ്കാരമുള്ള പെണ്ണുങ്ങളെ എന്തിനാ നീ നിന്റെ കമ്പനി സെക്രട്ടറി ആയിട്ട് വെച്ചിരിക്കുന്നത്? നിനക്കറിയാലോ, ഇതുവരെ ഞങ്ങൾ പോലും ഞങ്ങളുടെ മകളെ ഒന്നും നുള്ളിപ്പോലും നോവിച്ചിട്ടില്ല. ഇവളെപ്പോലെ ഒരു പെൺകുട്ടിയെ നാട്ടിൽ കാണാൻ പോലും കിട്ടില്ല. ഇവളെ കെട്ടുന്നവൻ ഭാഗ്യം ചെയ്തവനായിരിക്കുമെന്ന് ഞാൻ എപ്പോഴും ഏട്ടനോട് പറയുന്ന കാര്യമാണ്. സ്വത്തിന് സ്വത്ത്, പണത്തിന് പണം. അവർ ഇടം കണ്ടിട്ട് അവനെ നോക്കി പറഞ്ഞു. എന്നാൽ അവൻ അതൊന്നും ശ്രദ്ധിക്കാതെ ആമി പറഞ്ഞതാണോ ഇവള് പറയുന്നതാണോ ശരിയെന്നുള്ള ആലോചനയിലായിരുന്നു. അല്ല, മോനെന്താ ഇവിടേക്ക്? എന്തേലും വിശേഷം? അയാൾ സംശയത്തോട് ചോദിച്ചു. അത് പിന്നെ അങ്കിൾ, ഇവൾ ഇന്നലെ എന്നെ ഓഫീസിൽ കാണാൻ വന്നിരുന്നു. ഇവൾക്ക് എന്നെ വിവാഹം ചെയ്യണമെന്ന് ആഗ്രഹം. പക്ഷെ അതൊരിക്കലും നടക്കില്ല. എൻ്റെ മനസ്സിൽ അങ്ങനെയൊന്നുമില്ല. നിങ്ങളത് ഇവളെ പറഞ്ഞ് മനസ്സിലാക്കണം. അവൻ പറഞ്ഞതും അവർ 3 പേരും പരസ്പരം നോക്കി. അതുമോനെ, നിനക്കറിയാലോ നിന്റെ അമ്മയും ഇവളും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യം. ആ ഒരു ബന്ധത്തിൻ്റെ പുറത്ത് ഇവൾക്ക് എല്ലാ സ്വാതന്ത്ര്യവും നിങ്ങൾ അവിടെ നൽകിയിട്ടുണ്ട്. അതിലെപ്പോഴോ അവൾക്ക് നിന്നോടൊരു ഇഷ്ടവും തോന്നി. നിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ കാര്യമായതുകൊണ്ട് തന്നെ അതിന് ഞങ്ങളും ഇവളെ സപ്പോർട്ട് ചെയ്തു. ഞങ്ങൾക്കത് സന്തോഷം തരുന്ന കാര്യമായിരുന്നു. നിന്റെ വീട്ടിലേക്കാകുമ്പോൾ ഞങ്ങൾക്ക് അവളെ സമാധാനത്തോടെ അയക്കാലോ എന്ന് കരുതി. അപ്പോഴാ മോനും മറ്റേ കുട്ടിയും തമ്മിലുള്ള റിലേഷൻ്റെ കാര്യമൊക്കെ ഞങ്ങൾ അറിയുന്നത്. അന്ന് ഇവൾ ഒരുപാട് വിഷമിച്ചിരുന്നു. പക്ഷെ നിന്റെ ഇഷ്ടം അതാണെങ്കിൽ അത് നടക്കട്ടെ എന്ന് കരുതി ഇവൾ ശല്യത്തിനൊന്നും വന്നില്ല. അവളുടെ അച്ഛൻ അവനെ നോക്കി പറഞ്ഞു. ആ സമയത്ത് ഞങ്ങളും ഇവളെ പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നു. നിന്നോടുള്ള ഇഷ്ടം ഇവൾ ഉപേക്ഷിച്ചു എന്നാണ് ഞങ്ങളും കരുതിയത്. പക്ഷെ നീയും ആ പെൺകുട്ടിയും തമ്മിലുള്ള റിലേഷനും ആ പെൺകുട്ടി നിന്നെ ചതിക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് പ്രിയയുടെ മനസ്സിൽ നീ മാഞ്ഞു പോയിട്ടില്ല എന്നുള്ള സത്യം ഞങ്ങളോട് പറയുന്നത്. അപ്പോഴും ആ ഇഷ്ടം അവൾക്ക് നിന്നോട് മായത കിടപ്പുണ്ടായിരുന്നു. നിനക്കറിയാലോ ആദി, ആകാശത്തിനും ഭൂമിക്കും ഇടയിൽ അവൾ ആഗ്രഹിക്കുന്ന എന്ത് സാധിച്ചു കൊടുത്താ ഞങ്ങൾ അവളെ വളർത്തിയത്. അപ്പോൾ ഞങ്ങളുടെ മകൾ ഇങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ അത് സാധിച്ചു കൊടുക്കാതിരിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ നിൻ്റെ അമ്മയോട് പ്രിയയുടെ കാര്യം പറഞ്ഞത്. പക്ഷെ നിനക്ക് ഇഷ്ടമല്ലെന്ന് മമ്മി പറഞ്ഞു. അവളുടെ അമ്മയും അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അതെ ആൻറ്റി, ഞാൻ ഒരിക്കലും പ്രിയ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. ഇനി കാണാനും എനിക്ക് കഴിയില്ല. പ്രിയയുടെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മായ്ച്ചു കളഞ്ഞേക്കണം. നിങ്ങളവളെ പറഞ്ഞ് മനസ്സിലാക്കണം. ഐ ആം സോറി. അവൻ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങാൻ തുടങ്ങി. പിന്നെ എന്തോ ഓർത്തതുപോലെ നിന്നു. തിരിഞ്ഞവരുടെ മുഖത്തേക്ക് നോക്കി. അത് കണ്ട് അവരും സംശയത്തോടെ അവനെ നോക്കി. ഞാനും എൻ്റെ സെക്രട്ടറി ആയിട്ട് വന്ന പെൺകുട്ടിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഒരു ബോസ് എംപ്ലോയി റിലേഷൻ അല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്കിടയിൽ ഇന്ന് വരെ ഉണ്ടായിട്ടുമില്ല. അതുകൊണ്ട് അതിൻ്റെ പേരും പറഞ്ഞ് പ്രിയ ഇനി അവളെ ഉപദ്രവിക്കരുത്. ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്ന് ഞാൻ അറിഞ്ഞാൽ എൻ്റെ സ്വഭാവം മാറും. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ആദ്യം ആയിരിക്കില്ല ചിലപ്പോൾ അപ്പോൾ കാണുന്നത്. അത് പറയുമ്പോൾ അവൻ്റെ സംസാരത്തിൽ ഗാംഭീര്യം നിറഞ്ഞു. ആദ്യേട്ടൻ്റെ മനസ്സിൽ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ ഞാൻ അവളെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് ആദ്യേട്ടന് ഇത്ര ദേഷ്യപ്പെടുന്ന എന്തിനാ? പ്രിയ ദേഷ്യത്തോടെ അവനോട് ചോദിച്ചു. അതൊന്നും തൽക്കാലം നീ അറിയേണ്ട കാര്യമില്ല. പറയുന്നത് മാത്രം അനുസരിച്ചാൽ മതി.
ഇതിൻ്റെ പേരിൽ ഇനി അവളെ നീ ശല്യപ്പെടുത്താൻ പാടില്ല. അവൻ താക്കീതോടുകൂടി അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അവളുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവിടെ നിന്നും ഇറങ്ങി. അച്ഛൻ കണ്ടോ ആദ്യേട്ടനിപ്പോൾ പറഞ്ഞിട്ട് പോയത്? അവളെ ഞാൻ ഒന്നും പറയരുതെന്ന്. അപ്പോൾ അവളെ പറയുമ്പോൾ ആദ്യേട്ടന് നോവുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ അച്ഛൻ നോക്കിക്കേ, അവളുടെ അടുത്ത് നിന്ന് ഞാൻ വന്നിട്ട് കുറച്ച് നേരമല്ലേ ആയുള്ളൂ. അതിനു മുൻപേ അവളെ തള്ളിയിട്ടു എന്ന് പറഞ്ഞ് ആദ്യേട്ടൻ ചോദിക്കാൻ വേണ്ടി ഇവിടെ വരെ വന്നില്ലേ? അവർ തമ്മിൽ ഒരു ബന്ധവും ഇല്ലാഞ്ഞിട്ടാണോ ആ സ്പോട്ടിൽ അവളത് വിളിച്ച് ആദ്യേട്ടനോട് പറഞ്ഞത്? പെണ്ണിനെ ഇഷ്ടമില്ലാത്ത ആദ്യേട്ടൻ എന്തായാലും ഒന്നും കാണാതെ അവൾക്ക് ഇത്ര സ്വാതന്ത്ര്യം കൊടുക്കില്ല. അവൾ ദേഷ്യം കൊണ്ട് വിറച്ചു. മോള് പറയുന്നതിലും എന്തോ കാര്യമുണ്ട്. അല്ലെങ്കിൽ അവളെ തള്ളിയിട്ടു എന്ന് പറഞ്ഞ് ആദ്യം അത് ചോദിക്കാൻ ഇവിടെ വരെ വരില്ലല്ലോ. അയാളും സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. മോൾ എന്തായാലും അപ്പം അങ്ങനെ പറഞ്ഞത് കാര്യമായി. നിന്നെ തള്ളിയത് കൊണ്ടാണ് നീ അവളെ തള്ളിയിട്ടതെന്ന് പറഞ്ഞപ്പോൾ അവൻ ആകെ ഒരു കൺഫ്യൂഷനായി. നിങ്ങളത് ശ്രദ്ധിച്ചായിരുന്നോ? അവളുടെ അമ്മ അവരെ രണ്ടുപേരെ നോക്കി പറഞ്ഞതും അവർക്കും അത് ശരിയാണെന്ന് തോന്നി. അവിടുന്ന് ഇറങ്ങിയ ആദി ഡ്രൈവിങ്ങിനിടയിൽ പലതും ചിന്തിക്കുകയായിരുന്നു. ഞാനിപ്പോൾ എന്താ പറഞ്ഞത്? അവളെ പ്രിയ തള്ളിയിട്ടു എന്ന് പറഞ്ഞു. അത് ചോദിക്കാൻ വേണ്ടി ഞാനിതിനെ എടുത്തു ചാടി പ്രിയയുടെ വീട്ടിലേക്ക് പോയത്. അതുകൊണ്ടല്ലേ ഞാനും അവളും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് അവിടെയുള്ളവരും തെറ്റിദ്ധരിച്ചത്. അവളുടെ കൈ മുറിഞ്ഞിരിക്കുന്ന കണ്ടപ്പോൾ എന്തോ പെട്ടെന്ന് ദേഷ്യം വന്നു. എൻ്റെ പേര് പറഞ്ഞാണ് പ്രിയ അവളെ ഉപദ്രവിച്ചതെന്ന് കൂടിയെന്ന് അറിഞ്ഞപ്പോൾ മനസ്സാകെ താളം തെറ്റിപ്പോയി. പ്രിയ എന്നോട് ഒരുപാട് സ്വാതന്ത്ര്യം കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രിയ വന്നപ്പോൾ ആമിയെ അവിടെ പിടിച്ചു നിർത്തിയത്. അവൻ മനസ്സിൽ ഓരോന്നും ചിന്തിച്ചു കൊണ്ടിരുന്നു. മുറിയിലേക്ക് വന്ന അവൾ ഡെറ്റോൾ എടുത്ത് കോട്ടണിൽ മുക്കി കയ്യിൽ വെച്ചു. എന്തൊക്കെയോ ഓർത്ത് അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. ഫോൺ എടുത്ത് സാൻഡ്രയ്ക്ക് താൻ മുറിയിൽ വന്നു എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചതിന് ശേഷം അവൾ തൻ്റെ ബാഗ് തുറന്ന് അതിലുണ്ടായിരുന്ന അവരുടെ ഫോട്ടോ കൈകളിലെടുത്തു. ചുണ്ടുകൾ വിതുമ്പി, കണ്ണുകൾ നിറഞ്ഞൊഴുകി. തൻ്റെ വിരലുകളാൽ അവൾ അവൻ്റെ മുഖത്തേക്ക് തഴുകി. ഇച്ച അരിഞ്ഞുകൊണ്ടിരുന്ന സവാള കയ്യിൽ നിന്നും തെറിച്ച് താഴേക്ക് വീണു. തൻ്റെ ചൂണ്ടുവിരൽ കുടഞ്ഞുകൊണ്ട് അവൾ ഉറക്കെ വിളിച്ചു. എന്താ എന്താ അമ്മി? പെട്ടെന്ന് ഹാളിൽ ടി വി കണ്ടുകൊണ്ടിരുന്ന അവൻ ഓടി അവളുടെ അരികിലേക്ക് എത്തി. അവൻ്റെ മമ്മിയും അടുക്കളയിലേക്ക് ഓടി വന്നു. അയ്യോ, ഇതെന്താ മോളെ, കൈ മുറിഞ്ഞോ? അവർ പറഞ്ഞുകൊണ്ട് അവളുടെ കൈ പിടിച്ച് വാഷ് ബേസിനിൽ കഴുകി. അവളൊന്ന് ഏങ്ങി. എന്തിനാമി നീ അറിയാത്ത പണിക്കൊക്കെ പോകുന്നത്? മമ്മി അരിഞ്ഞു വെച്ചോളൂ എന്ന് നിന്നോട് പറഞ്ഞിട്ടല്ലേ തുണി കഴുകാൻ പുറത്തേക്ക് ഇറങ്ങിയത്? അവൻ ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു. അതിനിപ്പോൾ എന്താ? പെട്ടെന്ന് മുറിഞ്ഞപ്പോൾ ഞാനൊന്ന് നിലവിളിച്ചു എന്ന് കരുതി ഇച്ചാൻ ഇങ്ങനെ ടെമ്പർ ആവുന്ന എന്തിനാ? അവളും ദേഷ്യത്തോടെ അവനോട് ചോദിച്ചു. രണ്ടുപേരും ഒന്ന് വഴക്കുണ്ടാക്കാതിരുന്നേ, കൈയാകുമ്പോൾ മുറിയും. ഇങ്ങനെയൊക്കെയല്ലേ എല്ലാം പഠിക്കുന്നത്. ചോര ഇപ്പം നിൽക്കും. അതും പറഞ്ഞ് അവൻ്റെ മമ്മി ബാൻഡേജ് ചുറ്റിക്കൊടുത്തു. ശേഷം അവർ വീണ്ടും തുണി കഴുകാൻ പുറത്തേക്ക് പോയി. ഞാനൊന്ന് നോക്കട്ടെ. അതും പറഞ്ഞ് ആവലാതിയോടുകൂടി അവൻ അവളുടെ ചൂണ്ടുവിരലിൽ പതിയെ പിടിച്ചു. അവൻ്റെ ചുണ്ടിനടുത്തേക്ക് അതിനെ അടുപ്പിച്ചുകൊണ്ട് അതിലേക്കൊന്ന് ഊതി. ഒരു പുഞ്ചിരിയോടുകൂടെ അവളത് നോക്കി നിന്നു. എന്തിനാമി ഇതിനൊക്കെ പോകുന്നത്? അവൻ വിഷമത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ഒന്ന് അടങ്ങിച്ചായ, ഇതൊക്കെ ചെറിയ മുറിവല്ലേ, ഇപ്പം വേദനയൊക്കെ മാറിയല്ലോ. അവൾ പുഞ്ചിരിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. പക്ഷെ ചോര പോകുന്നുണ്ടല്ലോ, അവൻ ആവലാതിയോടുകൂടി പറഞ്ഞു. അതൊക്കെ മാറും. ഇപ്പോൾ ഉച്ചയായതുകൊണ്ടാണ് ഒരുപാട് ചോര പോകുന്നത്. ഇച്ചായം പോയെന്ന് ടി വി കാണാൻ നോക്ക്. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ വീണ്ടും സങ്കടത്തോടെ അവളെ നോക്കി. നീ ഇനി ഈ കൈവച്ച് ഒന്നും ചെയ്യാൻ പോകണ്ട. വന്ന് എൻ്റെ കൂടെ ഇരുന്ന് ടി വി കാണും. ബാക്കിയൊക്കെ മമ്മി ചെയ്തോളും. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അത് കേട്ടതും അവൾ കപട ദേഷ്യത്തോടെ അവനെ നോക്കി. ഇച്ചായം പോയേ, ഞാൻ എന്താ കൊച്ചുകുട്ടിയാ? അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എനിക്ക് നീ എൻ്റെ മോളാണ്. അവൻ അവളുടെ നെറുകയിലൊന്ന് തലോടിക്കൊണ്ട് പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചു. എന്തിനാ ഇച്ച എന്നെ ഒറ്റയ്ക്കാക്കി പോയത്? വാക്കുകൾ കൊണ്ട് പോലും വേദനിപ്പിക്കാതെ എന്നെ ആ കൈവെള്ളെ കൊണ്ടു നടന്നതല്ലേ. എന്നിട്ട് ഒരിക്കലും ഉണക്കാൻ പറ്റാത്തൊരു മുറിവ് പോലെ എന്നെ തനിച്ചാക്കി പോയത് എന്തിനാ? ഞാനിവിടെ ഒറ്റയ്ക്കാണെന്ന് അറിയില്ല ഇച്ച. മരിക്കാൻ പേടിയായിട്ടാ. ഒരുപാട് പേര് ഞാൻ കാരണം വിഷമിക്കുമെന്ന് കരുതിയിട്ടാ. ഇല്ലെങ്കിൽ ഞാനും കൂടി വന്നേനെ ഇച്ചായൻ്റെ കൂടെ. ഒറ്റയ്ക്ക് എനിക്ക് ഈ ഭൂമിയിൽ പറ്റുന്നില്ലിച്ച. ഓരോ നിമിഷവും ഞാൻ തകർന്നു പോവുക. അവനോടത് പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോഴേക്കും അവൾ കരഞ്ഞു പോയിരുന്നു. ആ ഫോട്ടോ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൾ കട്ടിലേക്ക് കിടന്നു. എപ്പോഴോ ഓരോന്നാലോചിച്ച് അവൾ മയക്കത്തിലേക്ക് വീണു.